ഹായ് ഓൾ, ഏൺസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് SSC CGLന്റെ PYQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതും റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. 2024 നടന്നിട്ടുള്ള PYQയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ഏരിയ ആണ് കവർ ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിലോജിസം എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ് സിലോജിസം. ഇതിൽ ഏകദേശം നമുക്ക് ഒരു ഷിഫ്റ്റിൽ തന്നെ ഏകദേശം ഒരു 2 to 3 ക്വസ്റ്റ്യൻസോളം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്രയും തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ചാപ്റ്ററും കൂടിയാണ് സിലോജിസം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റേറ്റ്മെൻറ്റ് 3 ഉണ്ട്, കൺക്ലൂഷനും 3 ഉണ്ട്, അതുപോലെ ഓപ്ഷൻസും നമുക്ക് 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിക്കേ. ഓൾ സ്പൂൺസ് ആർ ഫോക്സ്, ഓൾ ഫോക്സ് ആർ നൈഫ്സ്, നോ നൈഫ് ഈസ് എ സ്പാറ്റുല. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വരയ്ക്കാം. ഓൾ സ്പൂൺസ് ആർ ഫോക്സ്, അതായത് എല്ലാ സ്പൂൺസും എന്താണ്? ഫോക്സ് ആണ്. ഇനി ഓൾ ഫോക്സ് ആർ നൈഫ്സ്, എല്ലാ ഫോക്സും എന്താണ്? നൈഫ്സ് ആണ്. നെക്സ്റ്റ്, നോ നൈഫ് ഈസ് എ സ്പാറ്റുല, ഒരു നൈഫും എന്തല്ല? സ്പാറ്റുല അല്ല. ഓക്കെ, അപ്പോൾ നൈഫ് മാത്രമാണ് സ്പാറ്റുല അല്ലാതായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു വെൻ ഡയഗ്രാം വരുന്നത്. നമ്മുടെ കൺക്ലൂഷനിലേക്ക് പോവാം. സം നൈഫ്സ് ആർ സ്പൂൺസ്, സം നൈഫ്സ് ആർ സ്പൂൺസ്. സ്പൂൺസ് എവിടെയാണ്? സ്പൂൺസ് ദാ ഉള്ളിലാണ് അല്ലേ, സ്പൂൺസ്. ഓക്കെ, അപ്പോൾ സം നൈഫ്സ് ആർ സ്പൂൺസ് കറക്റ്റ് ആണോ? നമുക്കറിയാം എല്ലാ സ്പൂണും എന്താണ്? ഫോക്സ് ആണ്, എല്ലാ ഫോക്സും നൈഫ്സ് ആണ്. അപ്പോൾ സ്പൂൺസ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും നൈഫിനകത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നൈഫിൻ്റെ കുറച്ച് പോർഷനും സ്പൂണിനകത്തുണ്ട്. അപ്പോൾ സം നൈഫ്സ് ആർ സ്പൂൺസ് എന്താണ്? കറക്റ്റായിട്ടുള്ള ഒരു കൺക്ലൂഷനാണ്. നെക്സ്റ്റ്, രണ്ടാമത്തെ കൺക്ലൂഷൻ, നോ ഫോക്ക് ഈസ് എ സ്പാറ്റുല, ഒരു ഫോക്കും എന്തല്ല? സ്പാറ്റുല അല്ല. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഒരു നൈഫും സ്പാറ്റുല അല്ല എന്നാണ്. അപ്പോൾ നൈഫിനകത്താണ് സ്പൂണും അതുപോലെ ഫോക്കും ഉള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഓൾ കണ്ടീഷനാണ്. എല്ലാ സ്പൂണും അതുപോലെ എല്ലാ ഫോക്സും നൈഫിനകത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? നൈഫ് ഒന്നും സ്പാറ്റുല ആകില്ല. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള എന്താണ്? ഫോക്കും എന്താവില്ല? സ്പാറ്റുല ആകില്ല. അപ്പോൾ അത് കറക്റ്റ് അല്ലേ? നോ ഫോക്ക് ഈസ് എ സ്പാറ്റുല. നെക്സ്റ്റ്, സം സ്പൂൺസ് ആർ സ്പാറ്റുല, അതായത് കുറച്ച് സ്പൂൺസ് സ്പാറ്റുല ആണോ? ഒരിക്കലും വരില്ല അല്ലേ. ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, നൈഫിനകത്താണ് കംപ്ലീറ്റ് സ്പൂൺ ഉള്ളത്. നൈഫ് ഒന്നും സ്പാറ്റുല ആവില്ല. അപ്പോൾ നമുക്ക് സ്പൂണും ഒന്നും സ്പാറ്റുല ആവില്ല. അപ്പോൾ സം പോർഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള കൺക്ലൂഷനാണ്. അപ്പോൾ നമുക്ക് എന്താ ആൻസർ പറയാം ഇവിടെ? ഒൺലി കൺക്ലൂഷൻ 1 and 2 ഫോളോസ് ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തൊരു സീരീസ് ആണ്, നമ്പർ സീരീസ് ആണ്. 32, 36, 44, 56, 72. അപ്പോൾ നമ്പർ സീരീസ് എന്ന് പറയുമ്പോൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുന്നുണ്ടോ, അതോ റാപ്പിഡ് ഇൻക്രീസ് ആണോ, റാപ്പിഡ് ഡിക്രീസ് ആണോ, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സീരീസിനകത്ത് ചെക്ക് ചെയ്യാം. 32, 36, 44, 56, 72 ഒരു ഗ്രാജുവലി ഇൻക്രീസ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ 32-ൽ നിന്ന് 36 ആവാൻ എത്ര കൂട്ടി? 4 കൂട്ടി. 36-ൽ നിന്ന് 44 ആവാനോ? 8 കൂട്ടി. 44-ൽ നിന്ന് 56 ആവാൻ എത്രയാണ് കൂട്ടിയത്? 12 കൂട്ടി അല്ലേ. അടുത്ത് 56-ൽ നിന്ന് 72 ആവാൻ എത്ര കൂട്ടി നമ്മൾ? 16 കൂട്ടി. അപ്പോൾ ഫസ്റ്റ് 4, 8, 12, 16. ഇനി നോക്കിക്കേ, ഇവരുടെ ഡിഫറൻസ് എത്രയായിരിക്കും? 4 + 4 ആണ് 8, 8 + 4 ആണ് 12, 12 + 4 ആണ് 16. അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്തായിരിക്കും? 16 + 4 20. എന്തിനൊപ്പം കൂട്ടണം? 72-നൊപ്പം കൂട്ടണം. അപ്പോൾ ആൻസർ എന്ത് വന്നു? 92 ആണ് അവിടെ ആൻസർ വരിക. അപ്പോൾ +4, +8, +12, +16, +20 ഇങ്ങനെയാണ് നമ്മുടെ സീരീസ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 1 92. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഡീഷനും സബ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ എല്ലാം നമുക്ക് വരുന്ന ഒരു ഏകദേശം ഒരു 5 ടൈപ്സോളം നമുക്ക് ചോദിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ ഒരു ചോദ്യം നമുക്ക് നോക്കാം.
What will come in the place of question mark in the following equation if plus and minus are interchanged and into and division are interchanged? അതായത് ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ക്വസ്റ്റ്യൻ മാർക്കിന് സ്ഥാനത്ത് എന്ത് വരും? ഇന്റർചേഞ്ചിങ് ആണ് ഇവിടെ പറയുന്നത്. ഇഫ് പ്ലസും മൈനസും ഇന്റർചേഞ്ച് ചെയ്തു, അതുപോലെ തന്നെ ഇൻറ്റും ഡിവിഷനും ഇന്റർചേഞ്ച് ചെയ്യാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. 125 ഡിവിഷൻ 5 പ്ലസ് 1809 ഇൻറ്റു 9 മൈനസ് 14. ഇങ്ങനെയാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ പ്ലസും മൈനസും ഇന്റർചേഞ്ച് ചെയ്യണം, അതുപോലെ ഇൻറ്റും ഡിവിഷനും ഇന്റർചേഞ്ച് ചെയ്യണം. ആദ്യം നമുക്ക് 125 ഡിവിഷൻ എന്തുമായിട്ട് ഇന്റർചേഞ്ച് ചെയ്യുക? ഇൻറ്റു ആയിട്ട്. ഇൻറ്റു 5 പ്ലസ് എന്തുമായിട്ട് ഇന്റർചേഞ്ച് ചെയ്യുക? മൈനസ് 1809 ഇൻറ്റു എന്താകും? ഡിവിഷൻ 9 മൈനസ് എന്താകും? പ്ലസ് 14. ഇനി ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബോട്ട്മാസ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ. ആദ്യം എന്ത് ചെയ്യും? ഡിവിഷൻ ചെയ്യും. ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുക? ഇല്ല. ഓർഡർ ഉണ്ടോ നോക്കുക? ഇല്ല. അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ ആണ്, അപ്പോൾ ഡിവിഷൻ ചെയ്യുക, അത് കഴിഞ്ഞ് ഇൻറ്റു ചെയ്യുക, അത് കഴിഞ്ഞ് പ്ലസ് ചെയ്യുക, പിന്നെ മൈനസ് ചെയ്യുക. ആദ്യം ഡിവിഷൻ ചെയ്തേ. 1809 ഡിവൈഡ് ബൈ 9 എത്രയാണ്? അപ്പോൾ നമുക്ക് അവിടെ എന്ത് വന്നു? 201 എന്ന് വന്നു അല്ലേ? 201. നെക്സ്റ്റ് എന്താണ്? 125 ഇൻറ്റു 5 625. അപ്പോൾ 625 മൈനസ് 201 പ്ലസ് 14. നെക്സ്റ്റ് എന്ത് ചെയ്യണം? പ്ലസ് ചെയ്തിട്ട് വേണം മൈനസ് ചെയ്യാൻ. പ്ലസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് തമ്മിൽ പ്ലസ് ചെയ്യുക. 625ഉം 14 എത്ര വരും നോക്കുക. 5 4 9 2 1 3 6. അപ്പോൾ 639 മൈനസ് 201 എത്രയാണ് ചെയ്യുക? ചെയ്യുമ്പോൾ 9ൽ നിന്ന് 1 പോകുമ്പോൾ 8, 3ൽ നിന്ന് പോകുമ്പോൾ ഇവിടെ 3 വന്നു, 6 മൈനസ് 2 4, അതായത് 438. ഓപ്ഷൻ 2 ആണ് ഇവിടെ ആൻസർ വരുന്നത്, 438. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Select the triad in which the numbers are related in the same way as are the numbers of the given triads. അപ്പം നമുക്ക് രണ്ട് സെറ്റ് ഓഫ് ട്രയാഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ സെയിം പാറ്റേണിൽ നമ്മുടെ ഓപ്ഷനകത്ത് ആ സെയിം പാറ്റേണിൽ വരുന്നത് ഏതാണെന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു നോട്ട് കൂടെ പറയുന്നുണ്ട്, ഓപ്പറേഷൻസ് പ്യുവർലി ഹോൾ നമ്പേഴ്സ് ബേസ് ചെയ്തിട്ട് വേണം. ഒരിക്കലും നമ്പേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് അത് ഡിജിറ്റ് ആക്കി മാറ്റിയിട്ട് ഓപ്പറേഷൻ ചെയ്യരുത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ 13 എന്ന് പറയുന്ന നമ്പറിനെ 1 3 ആയിട്ട് മാറ്റിയതിന് ശേഷം ചെയ്യരുതെന്നാണ്. 13 13 വെച്ച് ഒരു ഹോൾ നമ്പർ ആയിട്ട് വെച്ച് വേണം ഓപ്പറേറ്റ് ചെയ്യാനുള്ള കാര്യമാണ് ഇവിടെ നോട്ടിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതുപോലെ നോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 8 9 7 ആണ് ആദ്യത്തെ ട്രയാഡ്. 8 9 7. അപ്പോൾ സെയിം നമുക്ക് രണ്ടും ഇപ്പോൾ 8 9 7 ആയിരുന്നാലും 24 13 35 ആയിരുന്നാലും നമുക്ക് സെയിം ലോജിക്ക് അവിടെ എന്ത് വരണം? അതായത് സെയിം പാറ്റേൺ അവിടെ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഓപ്ഷനിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് നമ്പറും അതുപോലെ തേർഡ് നമ്പറും തേർഡ് നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് ആ ആഡ് ചെയ്ത നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ ഇൻറ്റു 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം 9 + 7 ചെയ്യുക, അത് 16 ആണ്. ആ 16 എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ ഇൻറ്റു 2 ചെയ്യുമ്പോഴാണ് ആ 16 കിട്ടുന്നത്. അപ്പോൾ അതേ രീതിക്ക് തന്നെയാണോ ഈ പറയുന്ന 24ഉം 13ഉം 35 വന്നേ നോക്കുക. ആദ്യം 13ഉം 35ഉം കൂടെ ചെയ്യുക, അപ്പം 48 കിട്ടും. ഈ 48 എന്ന് പറയുന്നത് 24ൻ്റെ ട്വൈസ് ആണ് 48. അപ്പം സെയിം ആ ഒരു എന്താണ് പാറ്റേൺ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അതേ രീതിക്ക് തന്നെയാണോ നമുക്ക് അതേ രീതിക്കുള്ള ട്രയാഡ് ഏതെന്നുള്ളത് നമ്മുടെ ഓപ്ഷൻ നിന്ന് ചെക്ക് ചെയ്യാം. 17 11 23. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് 11 + 23 ചെയ്യാം. അത് 17ൻ്റെ ട്വൈസ് ആണോ നോക്കിയാൽ മതി. 11ഉം 23ഉം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വന്നു? 34 വന്നു. 34 എന്ന് പറയുന്നത് 17ൻ്റെ ട്വൈസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 1 വരും അല്ലേ. ഇനി സെക്കൻഡ് ഓപ്ഷനും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. 12ഉം 32ഉം കൂടെ ചെയ്യുമ്പോഴത്തേക്കും പ്ലസ് ചെയ്യുമ്പോഴത്തേക്കും അത് 44 ആണ്. 44 എന്തായാലും നമുക്ക് 21ൻ്റെ ട്വൈസ് വരില്ല. അപ്പോൾ നമുക്കിവിടെ അതേ പാറ്റേണിൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഏതാണ്? ഓപ്ഷൻ 1 ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ അനലോഗിക്കകത്ത് അല്ലെങ്കിൽ കോഡിംഗ് ഡീകോഡിംഗ് ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് അനലോഗിക്കകത്തും വേണമെങ്കിൽ ഇടാം, കോഡിംഗ് ഡീകോഡിനകത്ത് വേണമെങ്കിൽ ഇടാം.
Rx21 is related to UU11 in a certain way. ഒരു നിശ്ചിത എന്താണ് ഒരു നിശ്ചിത കോഡ് ഭാഷയിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത പാറ്റേണിൽ Rx21നെ UU11 ആയിട്ട് റിലേറ്റ് ചെയ്യുവാണ്. ആ സെയിം വേയിൽ തന്നെയാണ് PM39നെ SJ29 ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ DP17നെ അതേ ലോജിക്കിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് വരും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന Rx21ഉം PM39ഉം ഒക്കെ സെയിം പാറ്റേൺ ഫോളോ ചെയ്താൽ മാത്രമേ അത് DP17ലേക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ Rx21നെ UU11 ആയിട്ടും അതുപോലെ PM39നെ SJ29 ആയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. ഇത് ചെയ്യാൻ എളുപ്പമാർഗം എന്ന് പറയുന്നത് നമ്മുടെ ലെറ്റേഴ്സിന് പൊസിഷണൽ വാല്യൂസ് കൊടുത്തു നോക്കുക. അതായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുക. അതായത് ആറിന് നമുക്ക് 18 കൊടുക്കാം, 18ാമത്തെ ലെറ്ററാണ്. എക്സ് വരുമ്പം 24ാമത്തെ ലെറ്ററാണ്. U21 ആണ്, വീണ്ടും U21 ആണ്. ഇവിടെ P16 ആണ്, M13 ആണ്, S19 ആണ്, J10 ആണ്. നോക്കുക, 18ഉം 21 ആണല്ലേ, 18ഉം 21ഉം 18 + 3 ആണ് 21. അതുപോലെ 24 - 3 ആണ് 21. ഇനി 21നൊപ്പം 10 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? 10 കുറയ്ക്കുമ്പോഴാണ് 11 വരുന്നത്. 21നൊപ്പം 10 കുറയ്ക്കുമ്പോഴാണ് 11 വരുന്നത്. അതുപോലെ ഇപ്പുറത്ത് നോക്കാം, 16 + 3 ആണ് 19, 13 - 3 ആണ് 10. ഇനി 39നൊപ്പം 10 കുറയ്ക്കുമ്പോൾ 29 വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എന്ന് പറയുന്നത് +3 -3 -10 ഇത് രണ്ടുമാണ്. അതായത് രണ്ട് കാര്യങ്ങളിലും രണ്ട് പെയറിലും നമുക്ക് ഈ പറയുന്ന പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ പാറ്റേൺ തന്നെ നമ്മൾ എവിടെയും കൊടുക്കണം? DP17ലേക്ക് കൊടുക്കുക. അപ്പോൾ D4 P16 17 നമുക്ക് -10 കൊണ്ട് സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പം നോക്കുക, 4 + 3 ചെയ്യുമ്പോൾ 7 വന്നു, 16 - 3 ചെയ്യുമ്പോൾ 13 വന്നു, 17 - 10 എത്രയാണ്? 7 ആണ്. അപ്പോൾ 7ാമത്തെ ലെറ്റർ ഏതാണ്? G ആണ്. 13ാമത്തെ ലെറ്റർ M ആണ്. ഇവിടെ 17 - 10 7 ആണ്. അപ്പം GM7 ആണ് ആൻസർ. ഓപ്ഷൻ 1 ആണ് നമുക്ക് ആൻസർ വരുന്നത്, GM7. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ് pupil is written as 1621169112. അതായത് കോഡിംഗ് ഡീകോഡിങ്ങിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ നമ്പർ കോഡിങ്ങിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് പെർജ് ഈസ് റിട്ടേൺ ആസ് 16211875. അങ്ങനെയാണെങ്കിൽ പേഴ്സിനെ ആ സെയിം ലാംഗ്വേജിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? അപ്പോൾ ആദ്യം നമുക്ക് പ്യൂപ്പിൾ ജസ്റ്റ് നോക്കാം. പ്യൂപ്പിളിൻ്റെത് അതുപോലെ പെർജിൻ്റെത്. ആദ്യം ചെയ്യേണ്ടത്, ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇവരുടെ പൊസിഷണൽ വാല്യൂസ് എഴുതിയിട്ടാണ്. അപ്പോൾ P16 U21 P16 I9 L12. ഇവിടെ P16 U21 R18 G7 E5. ഇനി എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കിക്കേ. 16 നമുക്ക് ആദ്യം ആ നമ്പർ കോഡിങ് നോക്കുക. 16 ഉണ്ട്, 21 ഉണ്ട്, വീണ്ടും 16 ഉണ്ട്, 9 ഉണ്ട്, 12 ഉണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, എന്താണ്? അവരുടെ പൊസിഷണൽ വാല്യൂ തന്നെയാണ് കോഡായിട്ട് തന്നിട്ടുള്ളത്. പെർജിലും അത് തന്നെയാണോ നോക്കാം. 16 21 18 75. അപ്പോൾ അതേ രീതിക്ക് നമുക്ക് പേഴ്സിന് എഴുതാമെങ്കിൽ P16 U21 R18 S19 E5. അപ്പോൾ ഏതാ ഓപ്ഷൻ വന്നത്? 16 21 18 19 5. 16 21 18 19 5. ഓപ്ഷൻ 4 ആണ് അവിടെ നമുക്ക് ആൻസർ വന്നിട്ടുള്ളത്, ഓപ്ഷൻ 4. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. നോൺ വെർബൽ റീസണിങ്ങിനകത്ത് വരുന്ന സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നോൺ വെർബൽ റീസണിങ് എന്ന് പറയുന്നത് പ്യുവർലി നമ്മുടെ ഫിഗർ ബേസ് ചെയ്തിട്ട് വരുന്ന റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ നോൺ വെർബൽ റീസണിങ് അതിനകത്ത് സീരീസ് ആണ്. കണ്ടോ, നമുക്കൊരു 3 ഫിഗർ തരുന്നുണ്ട്. അതിൽ 4ാമത്തെ ഫിഗർ ഏതാന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ഫിഗറിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളതെന്നൊന്ന് നോക്കാം. ആദ്യത്തെ ഫിഗറിൽ ഒരു സ്ക്വയറിനകത്ത് 5x മിഡിൽ ലൈറ്റ് A ഒരു സ്ക്വയർ ഫിഗർ, അതുപോലെ 6.
ഇനി അത് സെക്കൻഡ് ഫിഗർ ആയപ്പോഴത്തേക്കും എക്സ് എവിടെ വന്നു, ഈ എക്സ് ഇവിടെ വന്നു, അതുപോലെ ഈ 5 മിഡിലോട്ട് വന്നു, എ എങ്ങോട്ട് വന്നു, ഈ ഒരു കോർണറിലേക്ക് വന്നു, 6 ഇവിടെ ഇരുന്ന 6 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, അതായത് ഇപ്പുറത്തെ കോർണറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതുപോലെ ഇവിടുത്തെ ഈ ഒരു നമ്മുടെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഒരു കോർണറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ഫിഗറിലേക്ക് നോക്കുമ്പോൾ കോർണർ വൈസ് നോക്കുക. കോർണർ വൈസ് നോക്കുമ്പോൾ 5ഉം എയും, ഈ ഒരു എ എവിടെയാണ് വന്നത്, ഈ ഒരു കോർണറിലാണ് വന്നത്. ഈ ഒരു 5 ഇവിടെയാണ് വന്നത്. സ്ക്വയർ ഇവിടെയാണ് വന്നത്. ഇനി നെക്സ്റ്റ് എക്സ് എന്ന് പറയുന്നത് ഇവിടെയാണ് വന്നത്, കണ്ടോ. അതുപോലെ 6 എന്ന് പറയുന്നത് ഈ ഒരു കോർണറിലാണ് വന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കുമ്പോഴേക്കും എ എവിടെ വന്നു, എ മിഡിലിൽ വന്നു, സ്ക്വയർ താഴോട്ട് വന്നു, ഈ എക്സ് ഇങ്ങോട്ട് മൂവ് ചെയ്തു, ആ 5 ഇരുന്നത് ഓപ്പോസിറ്റ് കോർണറിലേക്ക് മാറുകയാണ് ചെയ്തത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫിഗർ എങ്ങനെ വരും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിലെങ്ങനെയാണോ നമ്മൾ ഈ ഒരു, അതായത് ഈ 2 ഫിഗറിൽ എങ്ങനെയാണോ ചെയ്തത് അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 2 ഫിഗറിൽ എന്ത് മാറ്റമാണോ വന്നത് അത് വേണം ഈ 2 ഫിഗറിൽ ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഇതിന് എന്താ ചെയ്തതെന്ന് നോക്കുക. ഈ ഒരു സെക്കൻഡ് ഫിഗറിന് എന്താണ് ചെയ്തത്, എക്സിൻ്റെ വാല്യൂ എങ്ങോട്ട് പോയി, എക്സിൻ്റെ വാല്യൂ ഈ ഒരു കോർണറിൽ വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിൽ 6ൻ്റെ വാല്യൂ എവിടെ വരും, ഈ ഒരു കോർണറിൽ വരും. ഇനി നെക്സ്റ്റ് 5 എങ്ങോട്ടാണ് വന്നത് നോക്കുക. 5 എന്ന് പറയുന്നത് ഈ ഒരു കോർണറിലാണ് 5 വന്നത്, അതായത് മിഡിലിരുന്നത്. അത് ഏതാ ഇവിടെ വരും ആണല്ലോ. ഇനി നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് നമുക്ക് എക്സ് നമ്മൾ എഴുതി, എക്സ് ഇരുന്ന സ്ഥാനത്തുള്ള 6 എഴുതി, അതുപോലെ എ എഴുതി, മിഡിൽ വാല്യൂ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി ഈ സ്ക്വയർ എങ്ങോട്ടാണ് വന്നത് നോക്കുക. സ്ക്വയർ മിഡിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ സ്ക്വയർ നോക്കുക. സ്ക്വയറിൻ്റെ സ്ഥാനത്തിരിക്കുന്നത് 5 ആണ്. 5 എവിടെ വന്നു, മിഡിലിൽ വന്നു. 5 എവിടെയാണ്, മിഡിലിൽ വന്നു. നെക്സ്റ്റ് നമുക്ക് 6ആണ്. 6ൻ്റെ പ്ലേസ് 6 എവിടെ വന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണറിലോട്ടാണ് പോയത്. അപ്പോൾ ഇവിടുത്തെ 6ൻ്റെ പ്ലേസിൽ എക്സ് ആണ്, അതതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണറിലോട്ടാണ് പോയത്. ഇനി ഈ സ്ഥാനം എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കിനി ഫിഗറിനകത്ത് നോക്കാം. AR5X നോക്കിക്കേ, AR5X. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലേ. കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു AR5X നമ്മൾ ഇത്രയും ചെയ്തിരിക്കുന്ന ഈ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ഏതാണ് ഫിഗറിൽ വന്നിട്ടുള്ളത്, ഓപ്ഷൻ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റായിട്ട് നമുക്ക് അവിടെ വന്നിട്ടുള്ളത്. AR5X. ആ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് എങ്ങോട്ട് വന്നു, ഈ ഒരു കോർണറിലേക്കാണ് വരിക ബാക്കി. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ 3 ഫിഗർ, ആദ്യത്തെ 3 ഫിഗർ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നോ അതേ രീതിക്ക് വേണം നമുക്ക് നെക്സ്റ്റ് 3 ഫിഗറും റിലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, നമുക്ക് ഡൈസും ക്യൂബ്സും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സെയിം പോലെ തന്നെയാണ് ഡൈസും ക്യൂബ്സിൻ്റെ അതേ ഒരു രീതിയിലുള്ള ചോദ്യമാണ്. 6 വേർഡ്സ് ഉണ്ട്. ഈറ്റ്, പ്ലേ, ക്രൈ, സ്ലീപ്പ്, ഡാൻസ് ആൻഡ് റൺ. അങ്ങനെ 6 വേർഡ്സ് ഉണ്ട്. 6 റിട്ടേൺ ഓൺ ഡിഫറെൻറ്റ് ഫേസ് ഓഫ് എ ഡൈസ്. ഡൈസിൻ്റെ ഡിഫറെൻറ്റ് ഫേസസിലാണ് എഴുതിയിട്ടുള്ളത്. 2 പൊസിഷൻസ് ഓഫ് ദീസ് ഡൈസ് ആർ ഷോൺ ഇൻ ദ ഫിഗർ. ആ ഡൈസിൻ്റെ 2 പൊസിഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ വേർഡ് ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ഈറ്റ്. അപ്പോൾ ഈറ്റിന് ഓപ്പോസിറ്റ് വരുന്ന വേർഡ് ഏതാന്ന് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡൈസിൽ ഈറ്റ് ഇതാ ഇവിടെ ഉണ്ട്. ഈറ്റ് ഇപ്പം ഡൈസിലുണ്ടോ, ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് ക്രൈ ഇപ്പുറത്ത് ഈ ഒരു സ്ഥലത്തുണ്ട്, പ്ലേ ഇതാ ഈ ഒരു സ്ഥലത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈറ്റിനെ റിലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ഏതായിരിക്കും വരിക, ഈ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡാൻസ് ആണ് വരുന്നത്. ഏതാണ്, ഓപ്ഷൻ 3 ഡാൻസ് ആണ്. ഡൈസ് ആൻഡ് ക്യൂബ്സ് വളരെ ഈസി ആയിട്ട് വരുന്നൊരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഈറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഏതാണ്, ഡാൻസ് ആണ്. കാരണം പ്ലേയും ക്രൈയും നോക്കിയാൽ മതി. പ്ലേയും ക്രൈയും നോക്കുക, അപ്പോൾ ഈറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമുക്കവിടെ ഡാൻസ് വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനകത്ത് വരുന്ന ചോദ്യം തന്നെയാണ്. വാട്ട് വിൽ കം ഇൻ ദ പ്ലേസ് ഓഫ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻ ഇഫ് പ്ലസും ഡിവിഷനും ഇന്റർചേഞ്ച് ചെയ്യണം, അതുപോലെ ഇൻറ്റു മൈനസും ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷനിൽ പ്ലസും ഡിവിഷനും ഇന്റർചേഞ്ച് ചെയ്യുക, ഇൻറ്റു മൈനസും ഇന്റർചേഞ്ച് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്. 20 പ്ലസിൻ്റെ സ്ഥാനത്ത് ഡിവിഷൻ 4, ഡിവിഷൻ്റെ സ്ഥാനത്ത് പ്ലസ് 2, ഇൻറ്റുവിൻ്റെ സ്ഥാനത്ത് -3, മൈനസിൻ്റെ സ്ഥാനത്ത് ഇൻറ്റു 6. ഇനി ഇത് എത്രയാണ് കിട്ടുന്നത് നോക്കിയാൽ മതി. ബോർഡ് മാസ് റൂൾ വെച്ച് ചെയ്യുക. 20 ഡിവൈഡ് ബൈ 4 എത്രയാണ്, 5, പ്ലസ് 2 മൈനസ് 3 ഇൻറ്റു 6 എത്രയാണ്, 18. ഇനി എന്ത് ചെയ്യണം, പ്ലസ് മൈനസും ആണ്. അതിൽ ആദ്യം പ്ലസ് ചെയ്യുക. 7, 5 പ്ലസ് 2 7 ആണ്. 7 മൈനസ്
18 വന്നു. 7 - 18 എന്ന് പറയുമ്പോഴേക്കും രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 11 വന്നു. ഏറ്റവും വലിയ സംഖ്യയുടെ ചിഹ്നം ഏതാണ്? ഏറ്റവും വലിയ സംഖ്യ 18 ആണ്. അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് മൈനസ് ആണ്. അപ്പോൾ -11. ചെറിയ വാല്യൂവിൽ നിന്നാണ് വലിയ വാല്യൂവിനെ മൈനസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് -11. അപ്പോൾ ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ 3 -11 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The position of how many letters will remain unchanged if each of the letters in the word delight is arranged in the English alphabetical order. ഡിലൈറ്റ് എന്ന് പറയുന്നൊരു വേർഡ് നമുക്ക് തന്നിരിക്കുന്ന ഡിലൈറ്റ് എന്ന് പറയുന്നൊരു വേർഡിനകത്തുള്ള ലെറ്റേഴ്സിനെ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുവാണ്. അറേഞ്ച് ചെയ്യുമ്പോൾ എത്ര ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ അതേ രീതിക്ക് നിൽക്കുക, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാതെ അൺചേഞ്ച് ആവാണ്ട് നിൽക്കുന്നത് എത്ര ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പം നോക്കാം, ഡിലൈറ്റ് നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഇതിന് ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുവാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുമ്പോൾ ആദ്യം ഏതാ വരിക? ഡി, നെക്സ്റ്റ് ഇ, എഫ് ഇല്ല, ജി, എച്ച് ഉണ്ട്, ഐ, ജെ ഇല്ല, കെ ഇല്ല, എൽ ഉണ്ട്, നെക്സ്റ്റ് ടി. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതി. ഇനി ഇങ്ങനെ എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ പൊസിഷണൽ വാല്യൂസ് എഴുതിയിട്ടും ചെയ്യാവുന്നതാണ്. അതും എളുപ്പമുള്ള കാര്യം തന്നെയാണ്. ഇനി ഇതിൽ എത്ര ലെറ്റേഴ്സ് ആ പൊസിഷൻ തന്നെ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. നോക്കിക്കേ, ഡി അതേ പ്ലേസിലാണ്, ഇ അതേ പ്ലേസിലാണ്, നെക്സ്റ്റ് ടി അതേ പ്ലേസിലാണ്. കണ്ടോ? അപ്പോൾ 3 ലെറ്റേഴ്സാണ് അവിടെ പൊസിഷൻ ചേഞ്ച് ചെയ്യാണ്ട് നിൽക്കുന്നത്. അപ്പോൾ ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ 4 3 ആണ് ആൻസർ വരുന്നത്. ഏതാണ്? ഓപ്ഷൻ 4 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സിലോജിസം തന്നെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, 2 കൺക്ലൂഷൻ ഉണ്ട്. സം മിറേഴ്സ് ആർ ഡെക്കറേറ്റീവ്സ്, നോ ഡെക്കറേറ്റീവ് ഈസ് എ പ്ലാന്റ്, ഓൾ പ്ലാന്റ്സ് ആർ ട്രീസ്. അതായത് സം മിറേഴ്സ് ആർ ഡെക്കറേറ്റീവ്സ്, കുറച്ച് മിറേഴ്സ് എന്താണ്? ഡെക്കറേറ്റീവ്സ് ആണ്. നോ ഡെക്കറേറ്റീവ് ഈസ് എ പ്ലാന്റ്, ഒരു ഡെക്കറേറ്റീവ് എന്തല്ല? പ്ലാന്റ് അല്ല. ഓൾ പ്ലാന്റ്സ് ആർ ട്രീസ്, എല്ലാ പ്ലാന്റ്സും ട്രീസ് ആണ്. എല്ലാ പ്ലാന്റ്സും ട്രീസ് ആണ്. ഇനി കൺക്ലൂഷൻ നോക്കിക്കേ, സം മിറേഴ്സ് ആർ പ്ലാന്റ്സ്. സം മിറേഴ്സ് ആർ പ്ലാന്റ്സ് ആണോ? നമുക്കറിയാം എല്ലാ ഡെക്കറേറ്റീവ്സും പ്ലാന്റ്സ് അല്ല എന്ന് പറയുന്നുണ്ട്. ഈ ഡെക്കറേറ്റീവ്സിനകത്ത് കുറച്ച് മിറേഴ്സ് കിടപ്പുണ്ട്, അതെന്തായാലും പ്ലാന്റ്സ് ആവില്ല. ഇനി ബാക്കി അതിന് പുറത്ത് കിടക്കുന്ന ഈ ഒരു ഇൻറ്റു മാർക്കിൽ ഇട്ടേക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് പോസിബിലിറ്റി പോർഷനാണ്. അതായത് ആകാം ആകാതിരിക്കാം എന്നുള്ളൊരു പോർഷനാണ്. അപ്പോൾ നമുക്കവിടെ ഡെഫിനറ്റ് ആയിട്ട് പറയാൻ സാധിക്കില്ല കുറച്ച് മിറേഴ്സ് പ്ലാന്റ്സ് ആണെന്നുള്ളത്. അപ്പോൾ അത് തെറ്റാണ്. ഓക്കെ, ഇനി സം ഡെക്കറേറ്റീവ്സ് ആർ ട്രീസ്, കുറച്ച് ഡെക്കറേറ്റീവ്സ് ട്രീസ് ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ ഡെക്കറേറ്റീവ്സ് ഒന്നും എന്തല്ല? പ്ലാന്റ്സ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം പ്ലാന്റ്സ് കിടക്കുന്ന ഇത്രയും പോർഷനിലെ ട്രീസ് എന്തായാലും ഡെക്കറേറ്റീവ്സ് ആവില്ല. ബാക്കിയുള്ള ഈ പുറത്ത് ഇൻറ്റു മാർക്ക് ഇട്ടേക്കുന്നത് ആകാം ആകാതിരിക്കാം എന്നേ പറയാൻ സാധിക്കുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും അവിടെയും ഒരു ഡെഫിനിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡെഫിനിറ്റ് കൺക്ലൂഷൻ വരില്ല. അത് രണ്ടും തെറ്റാണ്. തെറ്റ് വന്നു കഴിഞ്ഞാൽ ഓപ്ഷനിലേക്ക് പോവുക. അവിടെ ഐദർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കതിൽ നൈദർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയാൽ മതി. അപ്പോൾ ഐദർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വന്നു? നൈദർ കൺക്ലൂഷൻ 1 nor 2 ഫോളോസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു മിറർ ഇമേജ് ആണ്. സെലക്ട് ദ കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ദ ഗിവൺ ഫിഗർ വെൻ ദ മിറർ ഈസ് പ്ലേസ്ഡ് അറ്റ് MN. അപ്പോൾ നമുക്കൊരു വേർഡ് തന്നിട്ടുണ്ട്, വേർഡ് നമ്പേഴ്സും കൂടെ തന്ന ഒരു ഫിഗർ ഉണ്ട്. അതിന് ഇപ്പർ സൈഡിലായിട്ട് നമുക്കൊരു MN എന്ന് പറയുന്ന മിറർ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രതിബിംബം എന്താണെന്നുള്ളത്, ഇമേജ്, മിറർ ഇമേജ് എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മിറർ ഇമേജ് വരുമ്പോൾ ഈ മിററിന് ക്ലോസ് ആയിട്ട് കിടക്കുന്നത്, അതായത് ഇങ്ങനെയാണ് പോകുന്നത്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ മിറർ ഇമേജിൽ അത് റൈറ്റ് ടു ലെഫ്റ്റ് വരും. ഓക്കെ, അതായത് ഈ ഇസഡ് ആയിരിക്കും നമുക്ക് ആദ്യം വരിക. ഇസഡ് അതുപോലെ വരില്ല. ഇസഡ് അതുപോലെയല്ല നമുക്ക് വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? ഈ ഒരു രീതിക്കായിരിക്കും വരുന്നത് അല്ലേ? മിറർ ഇമേജ് അല്ലേ? ഇനി കെ വരുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും വരിക. നെക്സ്റ്റ് എന്താണ്? ജെ വരുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും വരുന്നത്. നെക്സ്റ്റ് 9 ആണ്. 9 നമുക്ക് എങ്ങനെ എഴുതാം? 9 ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്കാണല്ലേ, അതിൻ്റെ ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ്. ഓക്കെ, ഇങ്ങനെ വരും. ഇനി 4 വരുന്ന സമയത്താണെങ്കിലോ 4 ഇങ്ങനെ വരും.
6 വരുന്ന സമയത്ത് 6ൻ്റെത് ഈ ഒരു ടെയിലുണ്ടല്ലോ അത് ഇപ്പുറ സൈഡിലാണ് വരിക. ഇങ്ങനെയായിരിക്കും വരിക. ഇങ്ങനെയായിരിക്കും വരുന്നത്. എച്ച് ആണെങ്കിൽ ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ ഓപ്ഷനകത്ത് നോക്കിക്കേ, ഇതിൽ ഏതാ വരുന്നത് നോക്കിക്കേ. ഓപ്ഷൻ എ നോക്കുക. J9 നമുക്ക് തിരിച്ചാണ് വന്നിട്ടുള്ളത് അല്ലേ, ഇൻവേർഡ് ആയിട്ടാണ്. അപ്പോൾ അതല്ല, ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി നോക്കുമ്പോഴത്തേക്കും ഇസഡ് അതേപോലെ വരില്ല, അതും തെറ്റാണ്. ഓപ്ഷൻ സി നോക്കുമ്പോൾ ജെയുടെ പോർഷൻ കറക്റ്റാണ്. 9, 4, 6, എച്ച് അതെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ വരുന്നത് അല്ലേ, ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡി വരില്ല, കാരണം കെ അതുപോലെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അത് വരില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം. In a certain code language, light is coded as 25709 and sight is coded as 97065. What is the code for S in that language? അപ്പോൾ ഇവിടെ കോഡിംഗ് ഡീകോഡിംഗ് ആണ്. ലൈറ്റിന് കോഡ് ചെയ്തിരിക്കുന്നത് 25709 ആയിട്ടും അതുപോലെ സൈറ്റിന് കോഡ് ചെയ്തിരിക്കുന്നത് 97065 ആയിട്ടാണ്. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് IGHT എന്ന് പറയുന്നത് തരുന്നുണ്ട്, IGHT. അപ്പോൾ കോമൺ നമ്പേഴ്സ് നോക്കുക. 5 ഉണ്ട്, 7 ഉണ്ട്, 0 ഉണ്ട്, 9 ഉണ്ട്. 9705. അപ്പോൾ കോമൺ അല്ലാതെ വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്, അത് എല്ലിൻ്റെ കോഡ് വരും. ഇനി ഇവിടെ ആണെങ്കിൽ 6 ആണ്, 6 എസിൻ്റെ കോഡ് വരും. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എസിൻ്റെ കോഡ് എന്താണെന്നുള്ളതാണ്. എസിൻ്റെ കോഡ് 6 ആണ്, ഓപ്ഷൻ 2 6. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം സിലോജിസം തന്നെയാണ്. 3 സ്റ്റേറ്റ്മെൻറ്റും 3 കൺക്ലൂഷനും ഉണ്ട്. ഓൾ ഫോൺസ് ആർ TVs. എല്ലാ ഫോൺസും എന്താണ്, TVs ആണ്. സം TVs ആർ ബിഗ്സ്. കുറച്ച് TVs ബിഗ് ആണ്. സം ബിഗ് ആർ കാർസ്. കുറച്ച് ബിഗ് കാർസ് ആണ്. ഇതാണ് വെൻ ഡയഗ്രാം. കൺക്ലൂഷൻ ഇതാണ്, സം TVs ആർ ഫോൺസ്. സം TVs ആർ ഫോൺസ് ആണ്. ആണോ? എല്ലാ ഫോൺസും TVs ആണ്. അപ്പോൾ നമുക്ക് തിരിച്ചു പറയാം, ഫോണിനകത്ത് കുറച്ച് TV ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, സം TVs ആർ ഫോൺസ് കറക്റ്റ് ആണ്. സം ബിഗ് ആർ TVs ആണോ, സം ബിഗ് ആർ TVs. അതെ, സം TVs ആർ ബിഗ് ആണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെ നമുക്ക് തിരിച്ചെഴുതാൻ സാധിക്കും, സം ബിഗ് ആർ TVs. ഇനി ഓൾ ബിഗ് ആർ കാർസ് ആണോ, എല്ലാ ബിഗും കാർസ് ആണോ, സം ബിഗ് ആർ കാർസ് ആണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. അതിന് ഒരിക്കലും നമുക്ക് ഓൾ ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാൻ സാധിക്കില്ല, അത് തെറ്റാണ്. അപ്പോൾ എന്താ ആൻസർ വന്നത്, only 1 and 2 follows ആണ്. ഓപ്ഷൻ 1 ആണ് അവിടെ ആൻസർ വരിക. only 1 and 2 follows. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം. 4 letter clusters have been given, out of which 3 are alike in some manner and 1 is different. odd man out ആണ്. odd man out ആണ്. സെലക്ട് ദ ലെറ്റർ ക്ലസ്റ്റർ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ലെറ്റർ ക്ലസ്റ്റർ കണ്ടുപിടിക്കുക. നോട്ട് തരുന്നുണ്ട്. ദ ഓഡ് വൺ ഔട്ട് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കൺസണൻറ്റ് ഓർ വവൽസ് ഓർ ദെയർ പൊസിഷൻ ഇൻ ദ ലെറ്റർ ക്ലസ്റ്റർ. അതായത് കൺസണൻസ് അല്ലെങ്കിൽ നമ്പേഴ്സിൻ്റെ നമ്പറിൻ്റെ ബേസിലല്ല ഓഡ് വൺ ഔട്ട് വരിക. അതുപോലെ ലെറ്റർ ക്ലസ്റ്ററിലുള്ള അവരുടെ പൊസിഷൻ വെച്ചിട്ടല്ല എന്ത് വരുന്നത്, ഓഡ് വൺ ഔട്ടായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. YWA, ഓപ്ഷൻ 2 LJO, ഓപ്ഷൻ 3 JHL, ഓപ്ഷൻ 4 OMQ. ഓക്കെ, അപ്പോൾ ഇതിൽ കണ്ടുപിടിക്കാൻ എളുപ്പം പൊസിഷണൽ വാല്യൂസ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. Y25 W23 A1, L12 J10 O15, J10 H8 L12, O15 M13 Q17. അതായത് 25 -2 23. 23 കഴിഞ്ഞിട്ട് ഒന്ന് എങ്ങനെയാണ് വരുന്നത് നോക്കിക്കേ. ടോട്ടൽ 26 ലെറ്റേഴ്സാണ്. അപ്പോൾ 23 കഴിഞ്ഞാൽ 24, 25, 26, 1. അതായത് 4 ലെറ്റേഴ്സാണ്. 23 കഴിഞ്ഞ് 4ാമത്തെ ലെറ്ററാണ് A. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ -2 + 4 ആണ് അവിടെ വരിക. ഇനി 12 -2 10, 10 + 5 ആണ് 15. ഇവിടെ വരുമ്പോൾ 10 - 2 8, 8 + 4 ആണ് 12. ഇവിടെ വരുമ്പോൾ 15 - 2 13, 13 + 4 17. അപ്പോൾ ഇവിടെ നമുക്ക്
എല്ലാത്തിലും സെയിം പാറ്റേൺ ഫോളോ ചെയ്ത് ഏതൊക്കെയാണ് -2 + 4 -2 + 4 -2 + 4 അതായത് ഓപ്ഷൻ 1 ഓപ്ഷൻ 3 ഓപ്ഷൻ 4 ഒരേപോലെയാണ്. ഓപ്ഷൻ 2 മാത്രമാണ് നമുക്ക് ഡിഫറെൻറ്റ്. 1ഉം 3ഉം 4ഉം ഒരേപോലെയാണ്, 2 മാത്രമാണ് ഡിഫറെൻറ്റ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 2 ആണ് അതിൽ ഓഡ് മാൻ ഔട്ടായിട്ട് എടുക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. നോക്കിക്കേ, നെക്സ്റ്റ് ചോദ്യം ഒരു ലെറ്റർ സീരീസ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടേംസ് വിൽ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ്? നമുക്കൊരു 4 ലെറ്റർ ക്ലസ്റ്ററിന്റെ ഒരു സീരീസ് ആണ് തന്നിട്ടുള്ളത്. അതായത് FHVQ, IJSO, LLPM, ON, MK. അപ്പോൾ ഞാനിവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ച് കണക്ട് ചെയ്യും, പിന്നെ സെക്കൻഡ് ലെറ്റേഴ്സ് വെച്ച് കണക്ട് ചെയ്യും, തേർഡ് ലെറ്റേഴ്സ് വെച്ച് കണക്ട് ചെയ്യും, ഫോർത്ത് ലെറ്റേഴ്സ് വെച്ച് കണക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള പാറ്റേണുകൾ വരാം. നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ എല്ലാവരുടെയും ഫസ്റ്റ് ലെറ്റേഴ്സ് എഴുതുവാണ്, അല്ലെങ്കിൽ ഞാൻ താഴെ എഴുതുവാണ് FHVQ. അടുത്ത് IJSO, LLPM, ONMK. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും പൊസിഷണൽ വാല്യൂ വെച്ചിട്ട് വേണം നമ്മളത് ചെക്ക് ചെയ്യാൻ. ഇപ്പോൾ പൊസിഷണൽ വാല്യൂസ് എഴുതുമ്പോൾ F6, I9, L12, O15, H8, J10, L12, N14, V22, S19, P16, M13, Q17, O15, M13, K11. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെറ്റേഴ്സ് തമ്മിലെല്ലാം കണക്ട് ചെയ്ത് നോക്കിയേ. 6 + 3 9, 9 + 3 12, 12 + 3 15, 15 + 3 എന്തായിരിക്കും? 18. 18ാമത്തെ ലെറ്റർ 6 ആണ്. നെക്സ്റ്റ് 8 + 2 10, 10 + 2 12, 12 + 2 14, 14 + 2 16, 16ാമത്തെ ലെറ്റർ P ആണ്. 22 - 3 ആണ് 19, 19 - 3 16, 16 - 3 13, 13 - 3 10, 10ാമത്തെ ലെറ്റർ J ആണ്. 17 - 2 15, 15 - 2 13, 13 - 2 11, 11 - 2 9, 9 I ആണ്. അപ്പം ആൻസർ എന്ത് വന്നു? RPJI. RPJI ഓപ്ഷൻ 1 ആണ് അവിടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ. SSC റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏൺസ്റ്റ് അക്കാഡമിയുടെ അടൂർ ക്യാമ്പസിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിനെ പറ്റി ഡീറ്റെയിൽ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. കൂടാതെ എൻക്വയറി നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ പാർട്ട് 2 വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നതാണ്. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.